ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഫസ്റ്റിന് നമുക്ക് ഇതിലത്തെ കുരുവൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ മുറിക്കുമ്പോൾ ഒരുപാട് വലുതാക്കി മുറിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മുറിച്ച് വെച്ച ചക്കയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരക്കപ്പ് അളവിൽ ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മൈദക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ ഏലക്കപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഫ്ലേവറിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനു മുന്നായിട്ട് നിങ്ങൾക്ക് ചക്ക കൊണ്ടുള്ള ഏത് റെസിപ്പിയാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ കുറിച്ച് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരയ്ക്കും. എല്ലാവർക്കും ബൈ.